ഇച്ചായ, എനിക്ക് ഇച്ചായനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് പറ. എനിക്ക് കുറച്ച് വർക്കുകൂടി ചെയ്തു തീർക്കാനുണ്ട്. നിങ്ങൾ എപ്പോഴും 24 മണിക്കൂർ വർക്കിന്റെ പുറകെ തന്നെ നടന്നു. നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണ്ടല്ലോ. മതി, നിനക്ക് എന്താ പറയാനുള്ളത്? കാര്യമായിട്ട് പോകാൻ നോക്ക്. ശരി, അല്ലെങ്കിൽ ഞാൻ പറയാൻ നിങ്ങൾക്ക് പിടിക്കത്തില്ലല്ലോ. പണ്ട് മുതലേ അങ്ങനെയല്ലേ. 2 കുട്ടികൾ ജനിച്ചാൽ പിന്നെ നിങ്ങൾ എന്ത് കാര്യം വീട്ടിൽ നോക്കുന്നത്? ഒന്നും നോക്കുന്നില്ലല്ലോ. 24 മണിക്കൂർ വർക്കിന്റെ പുറകെ തന്നെ അല്ലേ. നിങ്ങളുടെ ഞാൻ എന്തോ പറയണ്ടേ? എനിക്കെന്താ പറയാന്ന് വെച്ചാൽ അവനെ അവന്റെ ഇഷ്ടത്തിന് വിട്ടേക്ക്. ഇവരുടെ ബിസിനസ്, കല്യാണം ഒന്നും പറഞ്ഞാൽ അവന്റെ പുറകെ ചെല്ലണ്ട. അവന്റെ ജീവിതത്തെ കുറിച്ച് അവന് നല്ല ബോധ്യമുണ്ട്. അവൻ ചെറിയ കുട്ടിയൊന്നും അല്ല. നീ എന്തോ എനിക്ക് ഉപദേശം തരാൻ വരുവാണോ? എന്ത് ചെയ്യണോ ഏത് ചെയ്യണോന്ന് എനിക്കാണ്. അത് നീ എനിക്ക് പറയാനുള്ള ആവശ്യമില്ല. പറ്റില്ല. അങ്ങനെ ഇച്ഛായ മാത്രം ഓരോ കാര്യത്തിന് തീരുമാനം ആവശ്യമില്ല. അവന്റെ ജീവിതം ഇത്. അവനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അതേ ചെയ്യുള്ളൂ. എന്തിനാ ഇച്ഛായ? വേണ്ട, നിർബന്ധിക്കേണ്ട. അവന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ അവൻ ചെയ്യട്ടെ. നമ്മുടെ മക്കളല്ലേ, തെറ്റായ രീതിയിൽ ഒന്നും പോകത്തില്ലല്ലോ. പിന്നെ എന്തിനാ ഇച്ഛായ അവനെ ഇങ്ങനെ ഫോഴ്സ് ചെയ്യുന്നേ? സാറ, ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടി നല്ലതല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇതുവരെ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. എന്റെ മക്കളുടെ ഇഷ്ടം തന്നെ എന്റെ ഇഷ്ടം. പക്ഷെ ഇത് അവന്റെ ഭാവി കാര്യമാണ്. അപ്പൊ അവനെ സേഫ്റ്റി ആക്കേണ്ടത് എന്റെ കടമയല്ലേ? ശരിയാ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാലും വേണ്ട ഇച്ഛായ. അവൻ അവന്റെ ഇഷ്ടത്തെ ഞാൻ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. സാറ, ഞാൻ പറയുന്നത് നീ മനസ്സിലാക്ക്. വേണ്ട ഇച്ഛായ, എനിക്ക് ഇനി ഒന്നും മനസ്സിലാക്കണ്ട. എനിക്ക് എന്റെ കൊച്ചിന്റെ സന്തോഷം വലുത്. അവനിവിടെ പോയാൽ എനിക്ക് സഹിക്കത്തില്ല. മറ്റേവനെ പോയി അവൻ്റെ അടുത്ത് വരുന്ന പോലുമില്ല. ഇപ്പൊ ഇവനെയും കൂടെ എനിക്ക് പറ്റത്തില്ല ഇച്ഛായ. വേണ്ട. ശരി ശരി, നീ ഇങ്ങനെ വെറുതെ കരഞ്ഞ് അസുഖം കൂട്ടി വെക്കല്ലേ. ഞാൻ ശരി സമ്മതിച്ചു. നീ ഇത് അവന്റെ അടുത്ത് പറഞ്ഞേക്കാം. അവന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ. സത്യമാണോ ഇച്ഛായ? യാ, ഐ പ്രോമിസ്. ഞാൻ ഇനി അവനെ ഒന്നിനും ഫോഴ്സ് ചെയ്തില്ല. അവനവന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ ചെയ്തിട്ട് എനിക്കറിയാം അവനവൻ്റെതായിട്ട് താല്പര്യങ്ങളുള്ളത്. അതവൻ ചെയ്യട്ടെ. പിന്നെ നീ ഇങ്ങനെ കടന്നേ കരഞ്ഞ് എന്നെ വിഷമിപ്പിക്കല്ലേ. നീ കരയുന്ന കാണുമ്പോൾ എനിക്കത് സഹിക്കത്തില്ല. പിന്നെ വർക്ക് അതൊക്കെ ഞാൻ ശരിയാക്കി നിന്നോട് കുറെ ടൈം സ്പെൻഡ് ചെയ്യാം. പോരെ, ഇപ്പൊ സന്തോഷായില്ലേ? ഭാര്യയുടെയും ഭർത്താവിന്റെ സ്നേഹപ്രകടനമൊക്കെ കഴിഞ്ഞെങ്കിൽ ഞാനൊന്ന് അകത്തൊക്കെ വന്നോട്ടെ. ഇങ്ങ് കേറി വാടാ. എന്ത് ചോദ്യത്? ഞാനും കൂടെ കേറി വന്നോട്ടെ. മോനെ എഡ്വിൻ, എന്താ ഞെട്ടിപ്പോയോ? വരണോന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ ഇവൻ വിളിച്ചു പറഞ്ഞപ്പോ വരാണ്ടിരിക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് വന്നതാ. മോനെ, നീ അപ്പനോട് ക്ഷമിച്ചേക്ക്. ക്ഷമിക്കാനോ? അതൊക്കെ എപ്പോഴേ കഴിഞ്ഞ കാര്യല്ലേ അപ്പ. അതൊക്കെ അങ്ങ് വിട്ടേക്ക്. അല്ല, ഇതാരാ? എന്റെ സ്വന്തം മമ്മിയോ? എന്താ കണക്കമാണോ? ഇങ്ങോട്ട് നോക്കുന്ന പോലില്ലല്ലോ. പോടാ, എന്തിനാ നീ വന്നേ? എന്നോട് ഒരു വാക്കുപോലും നീ മിണ്ടണ്ട. ഞാൻ ഒരാളെ വിടണമെന്ന് നിനക്ക് വല്ല ചിന്ത ഉണ്ടായിരുന്നു? ഇല്ലല്ലോ. ഇത്ര കാലം നിനക്ക് തോന്നിയില്ലല്ലോ എന്നെ കാണാൻ വരെ. ഇനിയും വരണ്ട. എന്റെ അടുത്ത് ആരും മിണ്ടാനും വരണ്ട. അയ്യേ, എന്റെ മമ്മി ഇങ്ങനെ കരയല്ലേ. എനിക്കുള്ള തിരക്കൊക്കെ ആയിപ്പോയില്ലേ. പിന്നെ ആ ചെറിയൊരു പിണക്കം കൊണ്ടല്ലേ വരാണ്ടിരുന്നേ. മമ്മി വന്നില്ലല്ലോ. ആ പിന്നെന്താ? ഞാനാണോ വരണ്ടേ? നീ അല്ലേ എന്നെ കാണാൻ വരേണ്ടത്? ആ, ഓക്കെ. ഞാനിപ്പോ വന്നില്ലേ. ഇനി നീ പോവോ? ഇല്ല മമ്മ, അവൻ ഇനി എങ്ങോട്ടും പോത്തില്ല. ഇപ്പൊ എന്റെ സാറയുടെ എല്ലാ വിഷമവും മാറിയില്ലേ. അന്ന ഇന്ന് കാണുന്നവൻ ആ കഫേ വെച്ചിട്ടല്ലേ? ഓ, ഇനിയിപ്പോ റോഡ് ക്രോസ് ചെയ്യണം. ഈ റോഡ് ക്രോസ് ചെയ്യാന്നൊക്കെ വെച്ചാൽ വല്ലാത്ത പണി തന്നെ. ഇതാരാ? ഓ, താങ്ക് യു. അല്ല, ആരാ പറയുന്നേ? ഓ, താങ്ക് യു സോ മച്ച്. അല്ല, ഇതാരാ തന്നെ? അയ്യോ, കൊച്ചുതേ ഓടിപ്പോന്നല്ലോ. അല്ല, ഇതെന്താ ഒരു കാർഡ്? ഇവാൻ ഐസക്. ആരാ ഇവാൻ ഐസക്? നമുക്ക് കാണണം. ആരാന്ന് എനിക്ക് അറിയണം. നീ ഇവിടെ എത്ര നേരമായി ഞാൻ ഈ വെയിറ്റ് ചെയ്യുന്നേ? ഏഞ്ചൽ, ഞാൻ വന്നു. നീ വന്നോ? ഇനി പറ, എന്താ നിനക്ക് ഭയങ്കര സീരിയസ് ആയിട്ട് പറയാനുണ്ടെന്ന് പറഞ്ഞേ? അതിനു മുമ്പ് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം നീ എനിക്ക് ഉത്തരം തരണം. നീ എന്താ ഇവിടെ ക്വിസ് കോമ്പറ്റീഷൻ നിർത്താൻ പോകുന്നതാണോ? ഏഞ്ചൽ, ഐ ആം വെരി സീരിയസ്. ഓക്കെ, നീ ചോദിക്കൂ, ഞാൻ പറയാം. നീ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? നോ. ഓക്കെ, നീ പ്രേമിച്ചിട്ടില്ല. ഇപ്പൊ ആരെങ്കിലും ഉണ്ടോ? അത് ഇപ്പോ എനിക്ക് അപ്പോ ഇല്ലെന്നാണോ? നോ, അങ്ങനെയല്ല. അത് എന്താ, നിനക്ക് ഉത്തരവില്ലേ? ഐ ഡോണ്ട് നോ. ഓക്കെ, അല്ല ഈ പൂ എവിടുന്നാ? അത് ഞാൻ ഇങ്ങോട്ട് റോഡ് ക്രോസ് ചെയ്യാൻ നിന്നപ്പോ ഒരു കൊച്ചെനിക്ക് തന്നിട്ട് പോയതാ.
അതിൽ കാർഡിൽ കാണണം എന്നും പറഞ്ഞ് അയാൾ മെസ്സേജ് ഉണ്ട്. അപ്പോ അയാൾ വൈകാതെ തന്നെ കാണാൻ വരുമെന്നാണോ? അതെ, അങ്ങനെ എനിക്ക് തോന്നുന്നു. അത് വായിച്ചിട്ട് കാണാനുള്ള സമയമായി എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പോ ഒരുവിധ നീ ഇയാളെ കാണാൻ പോവോ? അപ്പൊ നിന്റെ ബ്ലൂ അയ്യോ അവനെ കണ്ടുപിടിച്ചോ? ഇല്ല, ഇതുവരെ ഇല്ല. ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. ഞാൻ അന്ന് നിന്റെ അടുത്ത് വെച്ച അതേ ചോദ്യം ഞാൻ നിന്റെ അടുത്ത് ചോദിക്കുക വീണ്ടും. എന്തിനാ നീ അയാളുടെ പുറകെ പോന്നേ? എന്തിനാ അയാളെ തിരയുന്നേ? ഈ പൂക്കൾ കൊണ്ടുവെക്കുന്ന ആളെയാണെങ്കിൽ പറയും അത് ആരാന്ന് കണ്ടുപിടിക്കാനാണ്. പിന്നെ ബ്ലൂ ഐ ഒരു ഭാഷ നിന്നെ ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞ് എന്താ നീ അയാളുടെ പുറകെ പോന്നേ? അതെനിക്ക് അറിയില്ല. അയാളെ കാണുമ്പോ എനിക്ക് എന്തോ. ഡു യു ലവ് ഹിം? ഐ ഡോണ്ട്. ഓക്കെ, ആദ്യം നീ തന്നെ നിന്റെ ചോദ്യത്തിനുള്ള ഉത്തരവെല്ലാം കണ്ടുപിടിക്കുക. ബിക്കോസ് നീ എന്തിനാ അയാളെ തേടിയെന്ന് നിനക്ക് പോലും ഇപ്പൊ കറക്റ്റായിട്ട് അറിയില്ല. അതുകൊണ്ടാ പറയണേ. ഐ ട്രൈ ഏഞ്ചൽ. പിന്നെ ഞാൻ പോവാണ്. ഇനി നമ്മൾ ചിലപ്പോ കണ്ടെന്ന് വരില്ല. വാട്ട്, ആർ യു മാഡ്? ഞാൻ സത്യം പറഞ്ഞ 1 വീക്ക് കഴിഞ്ഞ് ഞാൻ പോവാണ്. എങ്ങോട്ടേക്ക്? നീ എങ്ങോട്ടേക്ക് പോവാന്നാ പറയുന്നേ? ഏഞ്ചൽ, എനിക്ക് പോകാനുള്ള സമയം. ഇനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. നീ ഇത് എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊരു കോപ്പം മനസ്സിലാവുന്നില്ല. ഏഞ്ചൽ, ഞാനിപ്പോ പോവാ. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. പറയാൻ വന്നത് പറഞ്ഞിട്ട് പോയാൽ മതി നീ. ഏഞ്ചൽ പ്ലീസ്, ഐ വാണ്ട് ഗോ നൗ. നീ എങ്ങോട്ടേക്ക് ഒരാഴ്ച കഴിഞ്ഞ പോകുന്നേ? അത് പറ. ഐ ആം ഗോയിങ് ടു കാനഡ. ബട്ട് നീ എന്തിനേക്ക് പോകുന്ന? അത് പറ. സോറി ഏഞ്ചൽ, ഞാൻ പറയാൻ വന്നത് എനിക്ക് പറയാൻ പറ്റുന്നില്ല. നീക്ക് അതറിയേണ്ട സമയം നീ താനേ അറിയും. ഇപ്പൊ ഞാൻ പോവാ. നീ കുറെ കാര്യങ്ങൾ എൻ്റെ അടുത്തൊന്നും പറയാൻ പറിക്കുന്നുണ്ട്. എഡ്വിൻ സാറും നീയും തമ്മിൽ എന്താ? എനിക്കിപ്പോ ഒന്നും പറയാൻ പറ്റില്ല. ബൈ. എന്താ ഇവിടെ നടക്കുന്നേ? ഇവൾ എന്താ എൻ്റെ അടുത്ത് പറയാൻ വന്ന കാര്യം പറയാത്തെ? ഇച്ചായ എന്താ ഇവിടെ? അപ്പോ നീ എന്നെ അങ്ങനെ വിളിക്കല് ഇപ്പഴും മറന്നിട്ടല്ലേ? ഞാൻ വിചാരിച്ചു നീ അതൊക്കെ മറന്നിട്ടുണ്ടാവുന്നു. അത് പിന്നെ ഞാൻ വേണ്ട, നീ ഒന്നും ഇനി പറഞ്ഞ് ബുദ്ധിമുട്ടണമെന്നില്ല. ഞാൻ വന്നതെന്താന്ന് വെച്ചാ നീ പോവാൻ തീരുമാനിച്ചില്ലേ? ഞാൻ ഇത് അറിഞ്ഞ് വരുമെന്ന് നീ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ? അങ്ങനല്ല, എനിക്കറിയായിരുന്നു ഇച്ചായൻ ഇത് അറിഞ്ഞ് വരുമെന്ന്. എന്തിനാ നീ എന്തോ തന്നെ പോന്നേ? അറിയാൻ വയത്തിന് ചോദിക്കുക. ഇച്ചായ പ്ലീസ് എന്നെ തടയരുത്, എനിക്ക് പോണം. നീ മനസ്സിലാക്ക്, എനിക്ക് നീ ഇല്ലാണ്ട് ജീവിക്കാൻ കഴിയില്ല. ഇച്ചായ പ്ലീസ്, നിങ്ങൾ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കില്ലേ? എനിക്ക് പോണം, മനസ്സിലാക്കത്. പിന്നെ ഞാൻ എന്താ പറയണ്ടേ? നിന്നെ ഈ അവസ്ഥയിൽ ഒറ്റയ്ക്ക് എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടണോ? പറ, എന്നിൽ നിന്നുള്ള ഒളിച്ചോട്ടല്ലേ ഇത്? ഒരിക്കലും അല്ല ഇച്ചായ, എനിക്ക് ഇച്ചായനെ പിരിയണമെന്നില്ല. പക്ഷെ പോകേണ്ട വഴിയില്ല. എന്താ പറയാ, ഞാനും വരാം. നീ ഒറ്റയ്ക്ക് പോകണ്ട. വേണ്ട ഇച്ചായ പ്ലീസ്, ഞാൻ പറയുന്ന ഒരല്പങ്ങളിലേക്ക് എന്നോട് സ്നേഹമുണ്ട്. പ്ലീസ് വരല്ല എന്റെ കൂടെ. നീ ഏഞ്ചലോട് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, പറഞ്ഞില്ല. പറയാനാ പോയെ, പക്ഷെ എന്നെ കൊണ്ട് അത് പറ്റുന്നില്ല. അപ്പോ അതിന് ഞാൻ പറയുന്നതായിരിക്കും ഇല്ലേ? ഇച്ചായ ഐ ലവ് യു സോ മച്ച്. എന്തിനാ നീ എന്നെ അങ്ങനെ പറയില്ല? അങ്ങനെ പറയുമ്പോ എനിക്ക് നിന്നെ വിടാൻ പറ്റില്ല. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ ഈ വേദനയും കൊണ്ട് നടക്കുക. ഞാൻ എന്തോരം വേദനിക്കുന്നുണ്ടെന്ന് നിനക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അത്രയ്ക്ക് എന്റെ മനസ്സ് നിനക്ക് വേണ്ടി കിടന്ന് വേദനിക്കുന്നുണ്ട്. അന്ന് നടന്നില്ലായിരുന്നെങ്കിൽ ഇപ്പൊ നീ എത്ര സന്തോഷത്തോടെ എന്റെ കൂടെ ഉണ്ടായിരുന്നേ. ഇച്ചായ മതി പ്ലീസ്, എനിക്ക് സഹിക്കുന്നില്ല കേട്ടോ. എന്തൊക്കെയാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നേ? അന്യ എന്നെ എന്തോ പറയണോന്ന് പറഞ്ഞിട്ട് അത് പറയാണ്ട് പോയി. ഇപ്പൊ അവള് വേറെ എവിടെ പോവാന്ന്. എന്നാലും എന്തിനായിരിക്കും അവള് കാനഡയിൽ പോന്നേ? അവൾ എന്നോട് പറയാമെന്ന് എന്നോടൊന്നും പറഞ്ഞതുമില്ല. എനിക്കറിയാം അന്യ എന്തോ എന്നെ നിന്ന് മറിക്കുന്നുണ്ടെന്ന്. അതെന്തായിരിക്കും? എഡ്വിൻ സാറും അന്യം തമ്മിൽ എന്തായിരിക്കും? പറഞ്ഞ പോലെ ഞാൻ എന്തിനായിരിക്കും അയാളെ ഇങ്ങനെ അന്വേഷിക്കുന്നത്? അന്യ, നീ എനിക്ക് എന്തോരം ചോദ്യങ്ങളോ മനസ്സിൽ ബാക്കി വെച്ചിട്ട് പോയേ. എല്ലാത്തിനുള്ള ഉത്തരം അത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. മോൻ പോവാൻ തന്നെ തീരുമാനിച്ചോ? ആമമ്മ, പോണം. പോയില്ലെങ്കിൽ ശരിയാവത്തില്ല. പോയിട്ട് അപ്പൊ നീ തിരിച്ചു വരും? എനിക്കറിയില്ല, പക്ഷെ ഞാൻ വരും. അത് ഞാൻ ഉറപ്പ് തരാം. എല്ലാം ഈ ഞാൻ കാണാ. ഒരിക്കലും ഇല്ല പപ്പ കാരണമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. കാരണം ഇന്നല്ലെങ്കിൽ നാളെ നടക്കേണ്ടത് നടന്നേ പറ്റുള്ളൂ. എന്നാലും അന്ന് ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് എത്ര കുഴപ്പമുണ്ടാവില്ലായിരുന്നു. എന്താ ഇച്ചായനും കൂടെ എങ്ങനെ തുടങ്ങില്ലേ? അമ്മ, പപ്പ, ട്രീറ്റ്മെന്റ് നല്ല രീതി കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരും. വന്നേ പറ്റുള്ളൂല്ലോ. ശരി മോനെ, ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കാം. അല്ലമ്മ, എഡ്വിൻ ഇത് എങ്ങോട്ടാ പോയേ? ഇവിടെ കാണുമെന്ന് പറഞ്ഞായിരുന്നല്ലോ. അവൻ ഏതോ ഫ്രണ്ടിന്റെ വീട്ടിൽ പോവാന്ന് പറഞ്ഞ് പോയതാ. എന്നാ പിന്നെ
മമ്മയും പപ്പയും പോയി കടന്നു. സമയം ഒരുപാടായില്ലേ, ഉറക്കൊളിച്ചിരിക്കണ്ട. അവൻ വന്നിട്ട് കിടന്നോളാം മോനെ. അമ്മ ചെന്ന് കിടന്നു. ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കിടക്കുന്നുള്ളൂ. അവൻ വരുവാണെങ്കിൽ ഞാൻ ഡോർ തുറന്നു കൊടുത്തോളാം. നീ വന്ന് കിടക്ക് സാറേ. അവൻ പറഞ്ഞില്ലേ അവൻ നോക്കിക്കോളാന്ന്. ഇങ്ങനെ നീ ഉറക്കൊളിച്ചിരിക്കുന്നത് നിന്റെ ശരീരത്തിന് അത്ര നല്ലതൊന്നുമല്ല. ആ ശരി ചായ, എന്നാ ഞങ്ങൾ കിടക്കുവാ മോനെ. എന്നാ പിന്നെ നിങ്ങൾ പോയി കിടന്നു, അവളുണ്ടല്ലോ. വെറുതെ അമ്മ കാത്തിരിക്കേണ്ടി വന്നേനെ. എനിക്കല്ലേ അറിയൂ ഇന്ന് അവൻ ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല എന്ന്. എന്താ ചായ എന്നെ ഇങ്ങനെ ആദ്യമായിട്ട് കാണുന്ന പോലെയൊക്കെ നോക്കുന്നേ? ഞാൻ വെറുതെ നോക്കുന്നേ. നീ ഇത് സുന്ദരിയാന്നറിയോ. അന്നും ഇന്നും ഒരു മാറ്റവും ഇല്ല. I need you, Chaya. നീ തമാശ പറയാണോ? No, I'm serious. നീ എല്ലാം ആലോചിച്ചിട്ടൊക്കെ തന്നെയാണ് ഈ പറയുന്നേ? അതെ, ആലോചിച്ചിട്ട് തന്നെയാണ്.